എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, KR സച്ചിദാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത്? അന്ന് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു അതിൻ്റെ ചെയർമാൻ. നിലവിൽ ഇപ്പോൾ ഈ കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനാണ് സെയ്ദ് അക്തർ മിർസ. ആരാണ്? സെയ്ദ് അക്തർ മിർസ. നിലവിൽ ഇതിൻ്റെ ചെയർമാനാണ് സെയ്ദ് അക്തർ മിർസ. 2023 ഫെബ്രുവരി 24 ഇദ്ദേഹം ചെയർമാനായി ചുമതലയേറ്റത്. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, VP മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അജൽ മിത്ര. ക്വസ്റ്റ്യൻ നമ്പർ 7. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 12. ഇതിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലക്നൗ. ക്വസ്റ്റ്യൻ നമ്പർ 8. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേ. യോഗാ ദിനം എന്നാണ് ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ 2023 യോഗാ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു വസുദൈവ കുടുംബകം. 2015 ജൂൺ 21 മുതലാണ് യോഗാ ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഈ വർഷം 2023 ഇന്ത്യയിൽ യോഗാ ദിനം ആചരിച്ചത് ജബൽപൂരാണ്, മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. ഈ ജബൽപൂരിൽ ഈ യോഗാ ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റായ ജഗദീപ് ധൻഖർ ആയിരുന്നു. അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി UN ഹെഡ്ക്വാർട്ടറിലായിരുന്നു. UN ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ന്യൂയോർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 10. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൃതിക് പാണ്ഡെ. ക്വസ്റ്റ്യൻ നമ്പർ 11. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രസീൽ. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെക്കാൻ പീഠഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൊടൈക്കനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നർമ്മദ.
കൃഷ്ണയാണേലും കാവേരി ആണേലും മഹാനദി ആണേലും എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. എന്നാൽ ഹിമാലയൻ നദിയായ സിന്ധുവും അതേപോലെ ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും എവിടെയാണ് പതിക്കുന്നത്? അത് അറബിക്കടലിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സിന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 17. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അറബി. ക്വസ്റ്റ്യൻ നമ്പർ 18. കാൽ ബൈശാഖി എന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കാറ്റ്. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മഴയെന്ന് ആൻസർ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, കാറ്റെന്ന് ആൻസർ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 19. അസമിലെ കാശിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വാസ്കോഡ ഗാമ. 1498 കോഴിക്കോട്ട് കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ ആദ്യമായി എത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1858. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അതിനുശേഷം 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 23. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വാറൻ ഹേസ്റ്റിങ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മസമാജം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1815. ക്വസ്റ്റ്യൻ നമ്പർ 26. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 27. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 28. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് സെപ്റ്റംബർ 5 ഇന്നാണ് വീഡിയോ ചെയ്യുന്നത്. നാളെ ആയിരിക്കും അപ്ലോഡ് ആവുന്നത്. സെപ്റ്റംബർ 5 പ്രത്യേകത എന്താണ്? ഇന്ന് എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ നമുക്കറിയാലോ, ദേശീയ അധ്യാപക ദിനം, ടീച്ചേഴ്സ് ഡേ ആണ് ഇന്ന് സെപ്റ്റംബർ 5. ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ഭാരതരത്ന ലഭിച്ച ഏക ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1954 ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. അതേപോലെ 1952 മുതൽ 62 വരെ ഇദ്ദേഹം ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റു. 1962 മുതൽ 67 വരെ 1962 മുതൽ 1967 വരെ ഇദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. അതേപോലെ 1962 മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിക്കാൻ തുടങ്ങിയത്.
എന്നാണ്? സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ക്വസ്റ്റ്യൻ നമ്പർ 30. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ സക്കീർ ഹുസൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മൗലിക അവകാശങ്ങൾ. ഇതേക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 24-ാം ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 24-ാം ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 33. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 1978 44-ാം ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 44-ാം ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 34. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 16. ക്വസ്റ്റ്യൻ നമ്പർ 35. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 359. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1993. ക്വസ്റ്റ്യൻ നമ്പർ 37. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗവർണർ. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ക്വസ്റ്റ്യൻ നമ്പർ 39. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മുഖ്യമന്ത്രി. ക്വസ്റ്റ്യൻ നമ്പർ 40. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലോക് റാവത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 41. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മഞ്ചേശ്വരം. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1.18%. ക്വസ്റ്റ്യൻ നമ്പർ 43. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കുണ്ടറ. കുണ്ടറ കൊല്ലം ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പെഡോളജി. ക്വസ്റ്റ്യൻ നമ്പർ 45. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സൈലന്റ് വാലി. ക്വസ്റ്റ്യൻ നമ്പർ 46. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൈത്തറി. ക്വസ്റ്റ്യൻ നമ്പർ 47. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നീണ്ടകര. ക്വസ്റ്റ്യൻ നമ്പർ 48. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നല്ലളം. ക്വസ്റ്റ്യൻ നമ്പർ 49. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നിലമ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 50. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഡിണ്ടിഗൽ, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 51. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. ക്വസ്റ്റ്യൻ നമ്പർ 52. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വെങ്ങാനൂർ. ക്വസ്റ്റ്യൻ നമ്പർ 55. 1833 ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. ക്വസ്റ്റ്യൻ നമ്പർ 56. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തലശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 57. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1797. 1793 മുതൽ 1797 വരെ ആയിരുന്നു ഒന്നാം പഴശ്ശി കലാപം. ക്വസ്റ്റ്യൻ നമ്പർ 58. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അഞ്ചുതെങ്ങ് കലാപം. ക്വസ്റ്റ്യൻ നമ്പർ 59. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പഴശ്ശി വിപ്ലവം. ക്വസ്റ്റ്യൻ നമ്പർ 60. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1930. ക്വസ്റ്റ്യൻ നമ്പർ 61. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 32. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? അത് 20 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ശ്വാസകോശം. ക്വസ്റ്റ്യൻ നമ്പർ 63. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കരള്. നമ്മുടെ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ക്വസ്റ്റ്യൻ നമ്പർ 64. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മെഡുല ഒബ്ലോങ്കേറ്റ. ക്വസ്റ്റ്യൻ നമ്പർ 65. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സെറിബെല്ലം. ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 66. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മയോളജി. ക്വസ്റ്റ്യൻ നമ്പർ 67. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ സി. അതായത് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 68. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ബയോട്ടിൻ. ക്വസ്റ്റ്യൻ നമ്പർ 69. സെഗത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോളോ ഹോസ്പിറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ DDT. നേരത്തെ ഒരുപാട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. സൈലന്റ് സ്പ്രിംഗ് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാം. ഇതിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 71. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളേവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇലക്ട്രോൺ. ക്വസ്റ്റ്യൻ നമ്പർ 72. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സിങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഭാവിയിലെ ഇന്ധനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ നമ്പർ 74. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 75. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഊർജം. ക്വസ്റ്റ്യൻ നമ്പർ 77. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ചലനം. ക്വസ്റ്റ്യൻ നമ്പർ 78. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 7. 7 എന്ന് പറഞ്ഞേക്കുന്നെങ്കിൽ 7ൽ കൂടുതൽ അവസ്ഥകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 79. 1 ന്യൂട്ടൺ സമം എത്ര ഡൈന്? 1 ന്യൂട്ടൺ സമം ഡാഷ് ഡൈൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 10⁵. 1 ന്യൂട്ടൺ സമം 10⁵ ഡൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 80. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പ്ലൂട്ടോ. താങ്ക് യു.